കാബൂളിൽ യുദ്ധം നടക്കുന്നു. കാബൂളിൽ യുദ്ധം നടക്കുമ്പോ ആ യുദ്ധത്തിലുണ്ട് സുലൈഖ് ഇബ്നു അശിയം റളിയല്ലാഹു അൻഹു അൽ അദവി റഹിമഹുല്ലാഹ്. മഹാനായ സുലൈഖ് ഇബ്നു അശിയം തങ്ങൾ പ്രഗത്ഭനായ സാഹിദാണല്ലോ. ബഹുമാനപ്പെട്ടവർ കാബൂളിലേക്കുള്ള യുദ്ധത്തിന് പോയപ്പോ ജഅഫർ ഇബ്നു സൈദ് തങ്ങളുടെ കൂടെയുണ്ട്. യുദ്ധത്തിന് പോകുമ്പോ യുദ്ധം നടക്കാൻ പോകുന്ന പിറ്റേന്ന് യുദ്ധം നടക്കാൻ പോകുമ്പോ തലേന്ന് രാത്രി അവർ വിശ്രമിക്കുന്നു. അഫ്ഗാനിലെ കാടുകളിലൂടെ നടന്നിട്ടുള്ള ഒരു യാത്ര, മലപ്രദേശങ്ങളിലൂടെ നടന്നെടുത്തിട്ടുള്ള ഒരു യാത്രയായിരുന്നത്. ഇറാനിലൂടെ കയറി ചെന്ന് അഫ്ഗാനിന്റെ ബോർഡറിലെത്തി നിൽക്കുന്ന സമയം കാബൂളിൽ വെച്ച് നടക്കുന്ന യുദ്ധം. മഹാനായ ജഅഫർ ഇബ്നു സൈദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, അന്ന് രാത്രി ഞാൻ സുലൈഖ് ഇബ്നു അശീമിനെ ശ്രദ്ധിച്ചു. മഹാനവറുകളെ എന്തെങ്കിലും പഠിക്കാനുണ്ടോ എന്ന് വിചാരിച്ച് സൈന്യത്തിലെ ഓരോരുത്തരും കടന്നുറങ്ങുമ്പോ സുലൈഖ് ഇബ്നു അശീം എഴുന്നേറ്റ് പോകുന്നത് ഞാൻ കണ്ടു. സുലൈഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. എല്ലാവരും ഉറങ്ങാൻ ഒരു വൃക്ഷക്കൂട്ടത്തിലേക്ക് ചെന്നു. ഇടനെങ്ങിയ വൃക്ഷമാണ് അവിടെ ഉള്ളത്. ആ വൃക്ഷക്കൂട്ടത്തിനുള്ളിലേക്ക് മഹാനായ സുലൈഖ് ഇബ്നു അശീം റളിയല്ലാഹു അൻഹു ഞാനും ഉറങ്ങാതെ പിന്നാലെ ചെന്നു. അല്ലാഹു അക്ബർ. വുദൂഎടുത്ത് ബഹുമാനപ്പെട്ടവർ തക്ബീർ ചൊല്ലി ഖിബ്ലാഹിലേക്ക് മുന്നിട്ട് നിസ്കരിക്കുകയാണ്. സൈന്യം മുഴുവനും കടന്നുറങ്ങുകയാണ്. ഞാൻ മരത്തിന്റെ പിന്നിലുണ്ട്. എന്താണ് നടക്കുന്നതെന്നറിയാൻ, പാഠം പഠിക്കാൻ, സുലൈഖ് ഇബ്നു അശീമിനെ കാണുമ്പോ എന്റെ ഈമാൻ ഒന്ന് വർദ്ധിക്കുമോ എന്നറിയാൻ ഞാനൊന്ന് പിന്നാലെ കൂടിയതാണ്. സംഭവിച്ചത് ഗുരുതരമായ സംഭവങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഒരു സിംഹത്തിന്റെ ഗർജനം കേൾക്കാൻ തുടങ്ങി. ഞാനങ്ങ് പേടിച്ചുപോയി. ഞാൻ മരത്തിൽ കയറി. സിംഹം അടുത്ത് വരുന്നുണ്ട്. സൈന്യമെല്ലാവരും ഉറങ്ങുകയാണ്. സുലൈഖ് ഇബ്നു അശീം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി നിസ്കാരത്തിലാണ്. സിംഹം വരുന്നത് ഞാൻ കണ്ടു. ആ സിംഹം അടുത്ത് വരെ വന്നു. തിരിഞ്ഞു പോലും നോക്കിയില്ല. സുലൈഖ് റളിയല്ലാഹു അൻഹു ഒന്നും നോക്കിയില്ല. സിംഹം അങ്ങനെ ഗർജിക്കുന്നുണ്ട് മുമ്പിൽ നിന്ന്. ഒന്നും ചെയ്തില്ല. നിസ്കാരം കഴിഞ്ഞപ്പോ മഹാനായ സുലൈഖ് ഇബ്നു അശീം തങ്ങൾ പറഞ്ഞു, അയ്യുഹസ്സബ്ഉ ഉത്ലുബ് റിസ്ഖക ഫീ മകാനിൻ ആഖർ. അല്ലയോ ഹിംസ്രജീവി, നിന്റെ ഭക്ഷണം നീ വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിച്ചോളൂ എന്ന് സിംഹത്തോട് പറയേണ്ട മാത്രയിൽ അത്ഭുതം കാണുകയാണ് മഹാനായ ജഅഫർ ഇബ്നു സൈദ് റഹിമഹുല്ലാഹ്. ആ സിംഹം തലതാഴ്ത്തി പോകുന്നു. ഒരു ഗർജനവും കേട്ടു. ഒന്നും ചെയ്യാതെ, തൊടാതെ, മാന്തിപ്പിടിക്കാതെ, ഒരു ഉപദ്രവവും ചെയ്യാതെ നിസ്കരിക്കുന്ന മഹാനവരുടെ മുമ്പിൽ വന്നിരുന്ന് തിരിച്ചു പോകുന്നു. പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോ തിരിച്ചു പോകുന്നത് കണ്ടു. മഹാനായ സൈദ് റളിയല്ലാഹു അൻഹു ജഅഫർ ഇബ്നു സൈദ് എന്നവരെ. സുലൈഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ തന്നെ ഇരുന്നു. അല്ലാഹുവിനെ ഒരുപാട് സ്തുതിച്ചു. വേറെയും ഒരുപാട് നിസ്കരിച്ചു. സുബഹിയാവാ നേരത്ത് നിന്റെ കാതുകൾ കേൾക്കാത്ത ചില സ്തുതിഗീതങ്ങൾ പാടുന്നത് ഞാൻ കേട്ടു. അല്ലാഹുവിനോട് ഹംദ് പറയുന്നത്. സുബഹിയുടെ നേരമാവാനെടുത്തു എന്ന് കണ്ടപ്പോ നേരെ പോയി വിരിപ്പിൽ പോയി കടന്നു. ആരും അറിയാതെ ഞാനും പോയി കിടന്നു. ആരും അറിയാതെ സുബഹിക്ക് എഴുന്നേറ്റപ്പോൾ മഹാനായ സുലൈഖ് റളിയല്ലാഹു അൻഹു നിമിഷമുള്ള വിരിപ്പിൽ കടന്ന് എഴുന്നേറ്റ പോലെ ഒരു ഉറക്കത്തിന്റെ ക്ഷീണവുമില്ലാതെ ഉറങ്ങുകയായിരുന്നു എന്ന് കൂടെയുള്ളവർ വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആരും അറിയിക്കാത്ത രീതിയിൽ എല്ലാവരും എന്നെ കണ്ടാൽ ഞാൻ ഉറങ്ങുകയായിരുന്നുവെന്ന് കണ്ടാൽ മതി എന്ന് ധരിച്ച് ആ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. ജഅഫർ ഇബ്നു സൈദ് തങ്ങൾ പറയുന്നു, ആ രാത്രി മുഴുവനും മഹാനവറുകളെ വീക്ഷിച്ച് ഉറക്കമിളച്ച എനിക്ക് എന്റെ ജീവിതത്തിലില്ലാത്ത ക്ഷീണം എന്റെ മുഖത്തുണ്ട്. ഞാൻ സുലൈഖ് ഇബ്നു അശീമിനെ നോക്കുമ്പോൾ ആ മുഖത്ത് എന്തോ ഒരു ശോഭയായിരുന്നു. ഒരു കുഴപ്പമില്ല. രാത്രി ഇബാദത്തിൽ മുഴുകിയതായിരുന്നു. നിസ്കാരത്തിന്റെ മധുരത്തിലായിരുന്നു. അങ്ങനെയുള്ള മധുരം ഹിംസ്രജീവി വന്നിട്ട്, സിംഹങ്ങൾ വന്നിട്ട് ഗർജിക്കുക പോലും ചെയ്യാതെ സൗമ്യമായിരുന്ന് എഴുന്നേറ്റ് പോയ സംഭവങ്ങൾ മഹാനായ അംർ ഇബ്നു ഉത്ബ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലുണ്ട്. മഹാനായ അംർ ഇബ്നു ഉത്ബ റളിയല്ലാഹു തആല യുദ്ധത്തിന് പോകുമ്പോ ആരും സൈന്യത്തെ കാവൽ നിർത്തില്ല. സൈന്യം വിശ്രമിക്കുമ്പോ കാവലിന് ആരും വേണ്ട, ആരും മതി. അംർ ഇബ്നു ഉത്ബ തങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോ ആ നിസ്കാരത്തിൽ ബഹുമാനപ്പെട്ടവർ എഴുന്നേറ്റ് നിൽക്കുമ്പോ സൈന്യത്തിന് കാവലായ ഒരാളുണ്ടല്ലോ എന്ന് കരുതി ആരും വേറെ കാവലിന് ആളെ നിർത്താറില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹാനവറുടെ മുമ്പിലേക്കും ഒരു സിംഹം വന്നത്. എല്ലാവരും സൈന്യം മുഴുവനും ഉറങ്ങുന്നവർ
പുതപ്പും വിരിപ്പുമെടുത്ത് ഓടുകയുണ്ടായി. ഓടിപ്പോയി സിംഹത്തിന്റെ ഗർജനം കണ്ടപ്പോ മഹാനായ അംർ ഇബ്നു ഉസ്ബ തങ്ങൾ ഇങ്ങോട്ടും പോയില്ല. നിസ്കാരത്തിൽ തന്നെ ആളുകൾ മുഴുവനും ജീവനും കൊണ്ട് ഓടിയില്ലേ. എല്ലാവരും പേടിച്ച് ചിന്നിച്ചിതറി ഓടി. ആ രാവിൽ മഹാനായ അംർ ഇബ്നു ഉസ്ബ തങ്ങളോട് വന്ന് ചോദിച്ചു, പിറ്റേന്ന് അംർ ഇബ്നു ഉസ്ബ, ആ സിംഹം ഗർജിച്ചപ്പോൾ നിങ്ങൾ എന്തേ നിസ്കാരം മുറിക്കാതിരുന്നത്? എന്തേ നിങ്ങൾ ഓടിപ്പോവാതിരുന്നത്? മഹാനോട് മറുപടി വന്നു, ഇന്നി ലഅസ്തഹീ മിനല്ലാഹ് അൻ അഖാഫ ശൈഅൻ സിവാ. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഞാൻ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ അല്ലാഹു അല്ലാത്തവരെ ഞാൻ പേടിക്കുന്നത് എനിക്ക് നാണമാണ്. അതുകൊണ്ട് ഞാൻ കൈ മുറിക്കുകയോ എന്റെ നിസ്കാരം മുറിക്കുകയോ കൈവിടുകയോ ചെയ്തില്ല എന്ന് മഹാനായ അംർ ഇബ്നു ഉസ്ബ അംർ ഇബ്നു ഉഖബ ഇബ്നു ഫർഖദ് റഹിമഹുല്ലാഹ് നിസ്കാരത്തിന്റെ മധുരമറിഞ്ഞപ്പോ ഒരു പേടിയുമില്ല. മഹാനായ ഇമാമുന ഔസാഇ തങ്ങളുടെ നിസ്കാരത്തിന്റെ റൂമിലേക്ക് വരാം. ഇമാം ഔസാഇ നിസ്കരിക്കുന്ന റൂമുണ്ട്. ലോകം കണ്ട ഫഖീഹും മുഹദ്ദിസുമല്ലയോ ഇമാമുന ഔസാഇ തങ്ങൾ. അവർ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ റൂമിൽ ഒരു മുസല്ലയുണ്ട്, ഒരു നിസ്കാരപ്പടമുണ്ട്. സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കലാണല്ലോ ഉത്തമം പുരുഷന്മാർക്ക് തന്നെയും. സുന്നത്ത് നിസ്കാരങ്ങൾ വീടുകളിൽ, ഫർദ് നിസ്കാരം പള്ളിയിലെ. സുന്നത്ത് നിസ്കരിക്കുന്ന റൂമുണ്ട് ഇമാം ഔസാഇക്ക്. അവിടെ ഒരു പെണ്ണ് വന്നപ്പോഴാ ആ നിസ്കാരപ്പടത്തിൽ എമ്പാടും നനവ് കണ്ടത്. ഇമാം ഔസാഇയുടെ ഭാര്യയെ വിളിച്ചു, നന്നായി ചീത്ത പറഞ്ഞു. പെണ്ണേ, നിന്റെ മക്കളൊക്കെ മൂത്രമൊഴിച്ചത് നീ കണ്ടില്ലേ? ഇമാം അവരുടെ നിസ്കാരപ്പായയിൽ മൂത്രമൊഴിച്ചത് നീ കണ്ടില്ലേ? വല്ലാതെ നനഞ്ഞു കിടക്കുന്നു നീ കണ്ടില്ലയോ പെണ്ണേ? ഇമാം ഔസാഇയുടെ ഭാര്യ പറഞ്ഞു മറുപടി, സഹോദരി, ഉമ്മ, നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ലാതെ കുഞ്ഞുങ്ങളുടെ മൂത്രമല്ല. ഇമാം ഔസാഇ സുജൂദിലേക്ക് പോയാൽ എന്റെ ഭർത്താവിന്റെ കണ്ണിന്ന് വരുന്ന കണ്ണുനീരുകളാൽ നനഞ്ഞു പോകുന്ന നിസ്കാരപ്പടമാണത്. അത് ഇന്ന് ഉണക്കിയാൽ അടുത്ത നിസ്കാരത്തിന് വീണ്ടും നനയും. കരഞ്ഞ് കണ്ണുനീർ കുടിച്ച നിസ്കാരപ്പടമാണത്. എന്റെ മക്കളുടെ മൂത്രമല്ല, നജസല്ലാതെന്ന് ഇമാം ഔസാഇയുടെ നിസ്കാര റൂമിൽ കിടന്ന ആ നിസ്കാരപ്പായിലെ കണ്ണുനീർ എമ്പാടും സുജൂദ് ചെയ്ത സുജൂദിന്റെ നനവാണത്. ഇബാദത്തിന്റെ നനവാണത്. ഇബാദത്തിന്റെ മധുരമറിഞ്ഞപ്പോഴുള്ള മധുരമാണത്. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി കാന മുസ്തജാബ ദഅവ, ദുആയിന് ഉത്തരമുള്ള മഹാനായിരുന്നു അബൂ മുസ്ലിമുൽ ഖൗലാനി റഹിമഹുല്ലാഹ്. ദുആ ചെയ്താൽ ഉടനെ സംഭവിക്കും. ആ മഹാനവറുകൾ വാർദ്ധക്യ സമയത്ത് നിസ്കരിക്കാൻ വളരെ ുള്ള സമയത്ത് താങ്ങി പിടിച്ചു നിസ്കരിക്കാൻ വരുമ്പോ ആളുകൾ പറഞ്ഞു, യാ അബാ മുസ്ലിം, മഹാനായ ശൈഖ് അവറുകളെ, നിങ്ങൾ എന്തിനാ കഷ്ടപ്പെടുന്നത്? പോരെ നിസ്കരിച്ചതൊക്കെ? സുന്നത്ത് നിസ്കാരങ്ങൾ പോരെ? ഫർള് മാത്രം പോരെ? സുന്നത്ത് നിസ്കാരങ്ങൾ എന്തിനാണ് എന്ന് ചോദിച്ചപ്പോഴാണ് മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി പിൻഗാമികൾ കേട്ട് രോമാഞ്ചമണിയാൻ കഴിയുന്ന മനോഹരമായൊരു വാക്ക് പറഞ്ഞത്, അയളുന്നു അസ്ഹാബ് മുഹമ്മദ് صلى الله عليه وسلم من يسبقون عليه والله لو زاحمنهم عليه حتى يعلموا أنهم خلفوا وراءهم رجالا. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിമാരെ കുറിച്ച് നമ്മൾ പറയുമ്പോ, അവരുടെ നിസ്കാരത്തിന്റെ മഹത്വം പറയുമ്പോ, നമ്മളെക്കാളും മുമ്പ് അവർ സ്വർഗത്തിലേക്ക് പോകുമെന്ന് സ്വഹാബികൾക്ക് തോന്നണ്ട. അവരും മനസ്സിലാക്കിക്കോട്ടെ, സ്വഹാബികൾ ഇട്ടേച്ചു പോയത് ആൺകുട്ടികളെയാണ് ഇട്ടേച്ചു പോയത്. നമ്മൾ ആൺകുട്ടികളാണ്. സ്വർഗത്തിന്റെ വാതിൽക്കൽ സ്വഹാബത്തിനോട് തിരക്കാൻ ഞങ്ങളും പോകുമെന്ന് പറഞ്ഞ മഹാനാൻ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു തആല സ്വർഗത്തിന്റെ വാതിൽക്കൽ സ്വഹാബികളോട് തിരക്കും കൂടാൻ ഞങ്ങൾ പിൻഗാമികൾ വരുന്നുണ്ട്. നിങ്ങളുടെ പിൻഗാമികൾ ആൺകുട്ടികൾ തന്നെയാണെന്ന് സ്വഹാബികൾ മനസ്സിലാക്കിക്കോട്ടെ. അതുകൊണ്ട് നമ്മൾ പുജ്ജിരിയില്ല എന്ന് പറഞ്ഞ് വാർദ്ധക്യത്തിലും ഇബാദത്തിലും മുഴുകിയിരുന്ന അബൂ മുസ്ലിമുൽ ഖൗലാനി മുഅ്മിനെ അള്ളാഹു നൽകുന്ന സൗഭാഗ്യമാ. ചില ആളുകളെ കണ്ടിട്ടില്ലേ, ജീവിതകാലം ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്. അവരുടെ വാക്കുകൾ നല്ലത്, പ്രവർത്തനം നല്ലത്, നടത്തം നല്ലത്, സമ്പത്ത് നല്ലതിന് പെരുമാറ്റം നല്ലത്, എല്ലാം നല്ലത്. അങ്ങനെ പൂമുഖമുള്ള പുഞ്ചിരിക്കുന്ന മുഖവുമായി ഈ ലോകത്ത് നിന്ന് കഴിഞ്ഞു പോകാൻ ഭാഗ്യം കിട്ടുന്ന സൗഭാഗ്യവാന്മാരെ കണ്ടിട്ടില്ലേ? അവരാണ് ഈമാൻ.
മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ. ഈമാനിന്റെ മധുരമറിഞ്ഞവരവരാണ്. മഹാനായ സാബിത്തുൽ ബുനാനി തങ്ങൾ തന്നെ പറയുമായിരുന്നു, റബ്ബേ, മരിച്ചുപോയാൽ ഖബറിൽ കൊണ്ടുപോയി കിടത്തിയാൽ ഖബറിന്റെ ഉള്ളിൽ വെച്ച് ആർക്കെങ്കിലും നിസ്കരിക്കാൻ നീ തൗഫീഖ് നൽകുമെങ്കിൽ അല്ലാഹുമ്മ അക്തുബ് ലി സാബിത്തിന് ഖബറിൽ നിസ്കരിക്കാൻ ഭാഗ്യം നൽകണേ തമ്പുരാനെ എന്ന് മഹാനായ സാബിത്തുൽ ബുനാനി മരണത്തിന് ശേഷം ഖബറിൽ എനിക്ക് നിസ്കരിക്കാൻ തൗഫീഖ് വേണമെന്ന് ചോദിച്ച മഹാനാണ്. ബഹുമാനപ്പെട്ടവർ നിസ്കരിക്കുന്ന കാഴ്ചകൾ സ്വപ്നദർശനത്തിലൂടെ അള്ളാഹുവിന്റെ മഹത്തുക്കൾ അവർക്ക് കാലശേഷം കണ്ടിട്ടുമുണ്ട്. മഹാനായ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു, അല്ലാഹുമ്മ ഇൻ കുൻത അഅതൈത അഹദൻ സ്വലാത ഫീ ഖബരി ഫഅത്നി സ്വലാത ഫീ ഖബരി. എന്റെ നിസ്കാരത്തിൽ എനിക്ക് നിസ്കരിക്കാൻ എന്റെ ഖബറിൽ നിസ്കരിക്കാൻ ഭാഗ്യം തരണേ, ഖബറിന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ ഭാഗ്യം തരണേ. എന്തോ ഒരു ചോദ്യമാണ് മുഅ്മിനെ. ആ ഒരു മുൻഗാമികളുടെ ചരിത്രത്തിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോഴാ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നറിയാൻ പറ്റുക. അപ്പോഴാണ് നമ്മുടെയൊക്കെ കർമ്മങ്ങൾ എത്ര ചെറുതാണ്, നമ്മളൊന്നും ചെയ്തില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇവരെയൊക്കെ നോക്കുമ്പോഴാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ.